ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു യൂസ്ഡ് കാർ ഷോറൂം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഷോറൂമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്കറിയാം ഒട്ടനേകം ആവശ്യക്കാരുള്ളൊരു വാഹനമാണ് വോൾക്സ്വാഗൻ പോളോ എന്ന് പറയുന്നത്. ഇപ്പോൾ വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിയെങ്കിലും ഇതിൻ്റെ ആവശ്യം കൂടി വരികയാണ്, ഇതിൻ്റെ ആവശ്യക്കാർ കൂടി വരികയാണ് നമ്മൾ ഈ പോളോക്ക്. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പുത്തനാണി ഭാഗത്തുള്ള ഇമാദ് മോട്ടോഴ്സിലാണ്. അപ്പോൾ ഇവരൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ ഇവിടെ എപ്പോഴും ഈ റോഡിലൂടെ പാസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇവരൊരു പ്രത്യേകത എന്താ വെച്ചാൽ, പോളോക്ക് നല്ല കളക്ഷനാണ്. ഇവിടെ ഇവരുടെ അടുത്ത് എപ്പോഴും നല്ല പോളോൻ്റെ കളക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവരുടെ അടുത്തുള്ള പോളോൻ്റെ കളക്ഷനാണ്. ഇപ്പോൾ ഒരു 6 പോളോ നമ്മൾ ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇത് വണ്ടികൾ പരിചയപ്പെടുത്തി തരാൻ നമ്മളെ പേരെന്തായിരുന്നു? വിജയിലെ. അപ്പോൾ ഇമാദ് മോട്ടോഴ്സിലെ സ്റ്റാഫാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് ഏതാ മോഡൽ വരുന്നത്? 2021 മോഡലാണ് വരുന്നില്ല. GT DSI ആണ് വരുന്നതില്ല. അപ്പോൾ 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ RC ആണ് വരുന്നില്ല. 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ RC ആണ് വരുന്നത്. അപ്പോൾ ഇനി ഇന്റീരിയർ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ ഇന്റീരിയറൊക്കെ നോക്കണം, നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. റിയർ നോക്കാം, ബാക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് വരുന്നില്ല, ലാസ്റ്റ് എഡിഷനാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അപ്പുറത്തുള്ളത് ഇത് 2016 ഹൈലൈനാണ്. 2016 ഹൈലൈൻ. ഓക്കെ, അപ്പോൾ ഇത് സെക്കൻഡ് RC ആണ്. സെക്കൻഡ് RC 90 ഓടിയിട്ടുണ്ടല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് വണ്ടി വരുന്നത്. വണ്ടി പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഫ്രണ്ട് കണ്ടു, ബാക്ക് നോക്കാം. ഈ റിയർ നോക്കുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഒരു പോളോ ഉണ്ട്. അപ്പോൾ ഇത് ഏത് മോഡല്? ഇത് 2011 ഹൈലൈൻ തന്നെയാണല്ലോ, സെയിം ഹൈലൈൻ ആണ്. 2011 മോഡല്. സെക്കൻഡ് RC ആണ് വരുന്നത്. 82,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണാം. അപ്പോൾ ആദ്യം വണ്ടിൻ്റെ ഔട്ടർ ലുക്ക് ഒന്ന് കണ്ടു കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയറും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വന്നിട്ടുള്ളത്. കാണാം, ഈ ബാക്ക് പോർഷൻ കണ്ടില്ലേ, നല്ല നീറ്റാണ്. ഇപ്പോൾ നമ്മൾ കണ്ട എല്ലാ വണ്ടികളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇൻറ്റീരിയർ കംപ്ലീറ്റ് നല്ല ഒരു സ്ക്രാച്ച് പോലും ഇൻറ്റീരിയർ കംപ്ലീറ്റ് വൃത്തിയെന്ന് പറയും. ഓക്കെ, നമുക്ക് അടുത്ത പോള കാണാൻ പറ്റും. ഇത് 4ാമത്തെ പോളയാണ്. അപ്പോൾ ഇതേത് മോഡലായിരുന്നത്? ഇത് 2010 കംഫർട്ട് ലൈൻ പെട്രോൾ വണ്ടി. സിംഗിൾ RC ആണ്. 78,000 ഓടിയിട്ടുള്ളൂ അല്ലേ. ആ, പക്ക മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണത്. കാണാൻ പറ്റും. ആ ഒരു വണ്ടിയുടെ ക്വാളിറ്റി ലുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിലും കാണാൻ പറ്റും, നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഓക്കെ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് 5ാമത്തെ ഒരു പോളയും കൂടി കാണാൻ പറ്റും. അപ്പോൾ ഇത് ഏതാ വരുന്നത്? ഇത് 2018 കംഫർട്ട് ലൈൻ പെട്രോൾ ആണ്. 2018 കംഫർട്ട് ലൈൻ പെട്രോൾ വരുന്നത് അല്ലേ. ഇത് 52,000 കിലോമീറ്റർ ഓടിയ 52,000 സെക്കൻഡ് RC വണ്ടിയാണ്. സെക്കൻഡ് RC ആണല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ കൂടി കാണാം. ഡോക്ടർ ബാഡ്ജിങ് ഉണ്ട്. അപ്പോൾ ഓപ്പൺ ആയി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറും കാണാൻ പറ്റും. ബാക്ക് പോർഷൻ നോക്കാം. റിയർ നോക്കുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോളയും കൂടി കാണാൻ പറ്റും. ഇത് വരുന്നുണ്ട്. ഇത് 2013 കംഫർട്ട് ലൈൻ ഡീസലാണ്. 2013 കംഫർട്ട് ലൈൻ ഡീസലാണ് വരുന്നത്. സിംഗിൾ RC ആണ്. 112 വോട്ടുണ്ട്. 112 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ കൂടി നോക്കാം. അല്ലേ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. പിന്നെ ബാക്ക് പോർഷൻ നോക്കാം. ഓക്കെ,
അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട 6 വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ടല്ലോ എടുക്കാം? പക്ക ചെക്ക് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു വാറണ്ടി, നമ്മുടെ സ്ഥാപനത്തിന്റെ പേരിൽ ഒരു വാറണ്ടി കൊടുക്കുന്നുണ്ടല്ലോ. 3 മാസത്തേക്ക് ഗിയർ ബോക്സ് എഞ്ചിനായിട്ടുള്ള ഒരു ചെറിയൊരു വാറണ്ടി തരും. അത് നമ്മൾ ഓരോരുത്തർ ഓൾറെഡി പറയും വാറണ്ടി തരുന്നുണ്ട്. പിന്നെ ഫ്ലഡിനുള്ള വാറണ്ടി ലൈഫ് ലോങ് ഉണ്ടല്ലോ. ഓക്കെ. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ ഇതൊക്കെ ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്തിട്ട് എല്ലാ കംപ്ലീറ്റ് ഏറ്റവും കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് വണ്ടി ഇറക്കുമ്പോൾ ആ വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് വരൂല ഇല്ല. അത് നമ്മൾ പറയും ഓയിലും ഫിൽറ്റർ ഒന്ന് മാറിക്കോ, വേറെ ഒന്നും ചെയ്യേണ്ട. അത് അത്രയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വണ്ടികൾ ഇവിടെ ട്രാക്കിൽ ഇവിടെ ഷോറൂമിൽ ഉണ്ടെങ്കിൽ പക്കായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ഇവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടല്ലേ? ഓക്കെ. പിന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നോക്കിയാൽ പിന്നെ ഇവർ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ പോളിപ്പോൾ ഇനിയും കളക്ഷൻ വന്നുകൊണ്ടേ ഇരിക്കുമല്ലേ? ഇഷ്ടംപോലെ കളക്ഷൻ വന്നുകൊണ്ടേ ഇരിക്കും. ഞാൻ തന്നെ പോളൻ്റെ പ്രത്യേകം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ പോളോ ഇപ്പോൾ ഒരു 6 പോളോ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഇനി അടുത്ത് പോയി കഴിഞ്ഞാൽ അടുത്ത് ഇനിയും പോളോ വരും. അതാണ് ഇവർ ഹൈലൈറ്റ് വരേണ്ടത്. അപ്പോൾ എന്തായാലും ഇവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ കുറേ പോളോർക്ക് ഫാൻസ് ഉണ്ട്, പിന്നെ പോളോ യൂസർകാർസിന് കുറേ ആൾക്കാർക്ക് ആവശ്യക്കാരുണ്ട് നന്നായിട്ട് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ പോളോ ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം മറ്റൊരു സ്ഥലം കിടിലം വണ്ടിയിട്ടും കിടിലം വീടിട്ടും വരാം. അതുവരേക്കും ബൈ.